ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ ഗവർണർക്കും സർക്കാർക്കും തിരിച്ചടി. നിയമനം സുപ്രീം കോടതി നേരിട്ട് നടത്തും. VC നിയമനത്തിൽ സർക്കാരും ചാൻസലറും സമവായത്തിലെത്താത്തതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. യോഗ്യരായവരെ നിയമിക്കും എന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് സംസ്ഥാന സർക്കാരിനും ചാൻസലറിനും സമവായത്തിലെത്താൻ കഴിയാതെ വന്നതോടെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. രണ്ട് സർവകലാശാലകളിലെയും VC നിയമനത്തിനായി ഓരോ പേരുകൾ വീതം തെരഞ്ഞെടുക്കാൻ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ കമ്മിറ്റിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പേരുകൾ തെരഞ്ഞെടുക്കാൻ മുഖ്യമന്ത്രിയുടെ കത്തും ചാൻസലറുടെ മറുപടിയും പരിശോധിക്കണം. ഇതിൽ നിന്ന് യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കണം. പേരുകൾ തെരഞ്ഞെടുത്ത റിപ്പോർട്ട് അടുത്ത ബുധനാഴ്ചയ്ക്കകം സമർപ്പിക്കാനും സുപ്രീം കോടതി ജസ്റ്റിസ് സുധാൻഷു ധൂലിയ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചു. അടുത്ത വ്യാഴാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി രണ്ട് സർവകലാശാലകളിലേക്കുള്ള VCമാരെ തെരഞ്ഞെടുക്കും. ജസ്റ്റിസ് സുധാൻഷു ധൂലിയ നൽകുന്ന പട്ടിക അംഗീകരിക്കുമെന്ന് നിയമമന്ത്രി P. രാജീവ്. ഇന്നയാളാണ് പ്രിഫറൻസ് എന്ന് പറഞ്ഞ് 1, 2, 3 എന്ന് സുപ്രീം കോടതിക്ക് കൊടുക്കുമ്പോൾ സുപ്രീം കോടതി അത് വിലയിരുത്തിക്കൊണ്ട് ഇദ്ദേഹമാണ് അല്ലെങ്കിൽ ഇവരാണ് എലിജിബിൾ ഈ പോസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ സ്വാഗതം ചെയ്യും. അത് ആരാണോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല. വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുക എന്നത് മാത്രമാണ് സർക്കാരിന്റെ താല്പര്യം. VC നിയമനത്തിൽ ഇപ്പോഴും സ്തംഭനാവസ്ഥ തുടരുന്നുവെന്നാണ് സുപ്രീം കോടതിയുടെ അതൃപ്തി. മുഖ്യമന്ത്രിയും ചാൻസലറും തമ്മിൽ കത്തുകളുടെ കൈമാറ്റമൊഴികെ മറ്റൊന്നും ഉണ്ടായില്ല എന്നും കോടതി ഇന്ന് പറഞ്ഞു. കോടതി VC നിയമനം നേരിട്ട് നടത്താൻ തീരുമാനിച്ചതോടെ സർക്കാർ ഗവർണർ തുടർ ചർച്ചകൾക്ക് ഇനി പ്രസക്തിയില്ല. R. അച്യുതൻ, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.